പി.സി. ചാക്കോ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് പി.സി. ചാക്കോയുടെ രാജിക്കത്ത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കൈമാറി. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ NCPയിൽ രണ്ട് പക്ഷമായി പി.സി. ചാക്കോയും അതോടൊപ്പം എ.കെ. ശശീന്ദ്രൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രണ്ട് വിഭാഗങ്ങളായി നേതാക്കൾ ചേരിതിരിഞ്ഞ് ജില്ലയിലടക്കം സംസ്ഥാന തലത്തിലടക്കം ചേരിതിരിഞ്ഞ് ഈ ഏറ്റുമുട്ടൽ ഒരു ഭാഗത്ത് നടക്കുന്നു. കമ്മിറ്റികൾ പിടിച്ചടക്കാനുള്ള ശ്രമം നടക്കുന്നു. അത്തരത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രൻ മാറണം എന്ന ആവശ്യത്തിൽ കേന്ദ്ര നേതാക്കളെ അടക്കം കണ്ട് വലിയ തരത്തിൽ ചർച്ചയുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ പി.സി. ചാക്കോ രാജിവെച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, എന്താണ് ഈ രാജിക്കത്ത് സംബന്ധിച്ച് പി.സി. ചാക്കോ അറിയിക്കുന്നത്? നേതാക്കളോട് ഈ രാജിക്കത്തിൽ പറയുന്നത് എന്താണ്? രുചീഷ, വലിയ ഒരു പൊട്ടിത്തെറിയായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി NCPയിൽ ഉണ്ടായിരുന്നത്. NCP പല ഘട്ടങ്ങളിലായി പിരിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പല പല നേതാക്കളായി പിരിഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല, തനിക്കെതിരെ നടപടി തനിക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്കെതിരെ പി.സി. ചാക്കോ നടപടി സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു ശശീന്ദ്രൻ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നത്. അതേസമയം ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NCP നേതാവായിട്ടുള്ള പി.സി. ചാക്കോ പല ഘട്ടങ്ങളിലും ശരത് പവാറിനടക്കം കേന്ദ്ര പ്രസിഡന്റ് അടക്കം ശരത് പവാറിനടക്കം കണ്ടിരുന്നു. എന്നാൽ ശരത് പവാറിൽ നിന്ന് പോലും തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് പി.സി. ചാക്കോ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. നേരത്തെ തന്നെ ശശീന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പി.സി. ചാക്കോ വിഭാഗം ഉന്നയിച്ചിരുന്നു. ശശീന്ദ്രനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യമൊന്നും പാർട്ടി ദേശീയ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു ഘട്ടത്തിൽ ദേശീയ നേതൃത്വം പി.സി. ചാക്കോയെ അംഗീകരിച്ച് കൂടെ നിന്നിരുന്നെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രി ശശീന്ദ്രനോടൊപ്പം നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കേണ്ടതായി വന്നില്ല. മാത്രമല്ല, പാർട്ടിയുടെ പല പൊതുവേദികളിലും എ.കെ. ശശീന്ദ്രനെതിരെ പി.സി. ചാക്കോ തുറന്ന് സംസാരിക്കേണ്ടതായും വന്നിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം എതിരെ പി.സി. ചാക്കോ സംസാരിച്ചിരുന്നു. അന്ന് പാർട്ടി വേദികളിൽ പി.സി. ചാക്കോ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി താൻ സംസാരിക്കാതിരുന്നത്, മുഖത്ത് നോക്കി താൻ സംസാരിക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുമായിരുന്നു അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ. പക്ഷേ ആ പബ്ലിസിറ്റി താൻ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാമായിരുന്നു പി.സി. ചാക്കോ പറഞ്ഞിരുന്നത്. കൂടാതെ ശശീന്ദ്രൻ വിഭാഗം ശക്തമായി തന്നെ പി.സി. ചാക്കോയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. 14 ജില്ലാ കമ്മിറ്റികളിൽ 12 ജില്ലാ കമ്മിറ്റികളും എ.കെ. ശശീന്ദ്രനിൽ നിന്നും തോമസിനോടൊപ്പം മാറുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ശശീന്ദ്രൻ വിഭാഗത്തിന് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പി.സി. ചാക്കോയുടെ ഈ രാജിയോടുകൂടി കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. കാരണം തോമസിന് വേണ്ടി അവസാനം വരെ പൊരുതിയ പി.സി. ചാക്കോയ്ക്ക് ഒടുവിൽ തോമസിൽ നിന്നും അകലേണ്ടതായി വന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി പി.സി. ചാക്കോ ഒറ്റയാനായിരുന്നു പാർട്ടിയിൽ പി.സി. ചാക്കോയെ സഹായിക്കുന്നതിന് ആരുമില്ലായിരുന്നു. പി.സി. ചാക്കോ വിഭാഗമായി പ്രധാനിയായി നിന്നിരുന്നത് തോമസ് ആയിരുന്നു. എന്നാൽ തോമസ് പോലും ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടിയെടുത്ത സാഹചര്യത്തിൽ പി.സി. ചാക്കോയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി.സി. ചാക്കോ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോയത്. ആ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അല്പനേരം മുൻപാണ് പാർട്ടി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാറിന് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ NCP തന്നെ രണ്ടായി പിളരുന്ന, ദേശീയ നേതൃത്വത്തോടൊപ്പം തന്നെ രണ്ടായി പിളരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെല്ലാം പാർട്ടിയെ കരുത്തോടുകൂടി നിർത്തിയ ഒരു നേതാവായിരുന്നു പി.സി. ചാക്കോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അടി തെറ്റിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം താൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പാർട്ടിയിൽ നടപ്പിലാവുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ആരോപണമെല്ലാം അദ്ദേഹം ഉയർത്തിയിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം രാജിവെച്ചിരുന്നത്. കാരണം താൻ സംസ്ഥാന പ്രസിഡന്റായി തുടരുന്നില്ല എന്ന് തുടർച്ചയായി അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ താൻ സംസ്ഥാന പ്രസിഡന്റായി തുടരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകരോട് 2 ദിവസത്തിനുള്ളിൽ എ.കെ. ശശീന്ദ്രൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരെ അദ്ദേഹം നൽകിയിരുന്നു. അതിനായി പല ഘട്ടങ്ങളിലും അദ്ദേഹം മുംബൈയിൽ പോയി ശരത് പവാറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് നൽകിയ വാക്ക് ഉറപ്പാക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാകാം പി.സി. ചാക്കോയുടെ ഈ രാജി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും പി.സി. ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. NCPയിൽ ഇനി എന്തായിരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിളർന്ന് ആ പാർട്ടി സംസ്ഥാനത്ത് തന്നെ 3 or 4 ഘടകങ്ങളായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അധികം വൈകാതെ തന്നെ NCPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരാളാണ് പി.സി. ചാക്കോ. പക്ഷേ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം
ചൊല്ലിയുള്ള ഒരു തർക്കം പരിഹരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അതും മാസങ്ങളോളം എടുത്തിട്ടും അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ പ്രശ്നം ഇപ്പോഴും രമ്യമായി പരിഹരിക്കാൻ സാധിക്കാതെ സ്വന്തം സീറ്റ് തന്നെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. രുചീഷ, ഈ NCPയുടെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. NCPയിലെല്ലാം നേതാക്കന്മാരാണ്, അവർക്ക് അണികൾ നന്നേ കുറവായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ PC ചാക്കോ വന്നതിന് ശേഷമായിരുന്നു ആ പാർട്ടിയിൽ ഒരു കേഡറ്റ് സ്വഭാവം വരാൻ തുടങ്ങിയത്. അതിനു മുൻപ് വരെ ആരോടും സംസാരിക്കുന്ന, എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന നേതാക്കളായിരുന്നു. എന്നാൽ PC ചാക്കോ വന്നതിന് ശേഷം അതിലൊരു രഹസ്യാത്മക സ്വഭാവം ഉണ്ടായി. മാത്രമല്ല ഒരു കേഡറ്റ് സ്വഭാവം ഉണ്ടായി. പാർട്ടിയിലെ ചർച്ചകളൊന്നും തന്നെ പുറത്തേക്ക് പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ചകൾ പുറത്തുവിടുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടി തുടരുക. എന്തായാലും രാജിക്കത്ത് കേന്ദ്ര നേതാക്കൾക്ക് PC ചാക്കോ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ശരത് പവാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന വിവരമാണ് വരുന്നത്.